ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ എല്ലാ സത്യവും മനസ്സിലാക്കിയ ശേഷം എല്ലാവർക്കും മുന്നിൽ തന്നെ ഇന്ദ്രജയുടെയും വേദയുടെയും കള്ളത്തരം പുറത്തു ആക്കണം എന്നുള്ള തീരുമാനത്തിലാണ്, സത്യം തെളിയിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ യതീന്ദ്രൻ്റെയും പത്മയുടെയൊക്കെ മുന്നിൽ വെച്ച് വേദയ്ക്കും ഇന്ദ്രജയ്ക്കും ഒരു സമ്മാനം കൊടുക്കാനാണെന്നും പറഞ്ഞ് അവരെ വിളിച്ചു വരുത്താണ്. എന്നിട്ട് അവർക്ക് ആ സമ്മാനം കൊടുക്കണം. എന്നിട്ട് അത് വേദയോട് അഴിച്ചു നോക്കാൻ പറയാൻ കേട്ടോ, തുറന്നു നോക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് വേദ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് ആ സമ്മാനം കണ്ടിട്ട്. അപ്പോൾ ഇന്ദ്രജയും നോക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയും ആകെ അന്തം വിടുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, എന്താ നിങ്ങൾക്ക് ഈ സമ്മാനം കണ്ടിട്ട് എന്താ ഇത്ര അതിശയത്തോടു കൂടി നോക്കുന്നത്? ഈ സമ്മാനം നിങ്ങൾക്ക് നല്ല വിലപ്പെട്ട സമ്മാനമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് രാജുവിനോട് പറയാണ്, ഇത് മാത്രമല്ല ഇവർക്കുള്ള സമ്മാനം, മറ്റൊരു സമ്മാനം കൂടി ഞാൻ കാറിൽ വെച്ചിട്ടുണ്ട്, അതുകൂടി രാജുവേട്ടൻ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് വിജയനെ വിളിച്ചോണ്ട് വരാൻ പറയാണ്. അങ്ങനെ രാജു വിജയനെയും കൊണ്ടുവരുന്ന സമയത്ത് വിജയൻ 4 കാലിലാണ് വരുന്നത്. അപ്പോൾ ഇന്ദ്രജ മൂക്കറ്റം കള്ളും കുടിച്ചിട്ടാണല്ലോ വരവ് എന്നുള്ള ചിന്തിച്ച് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് വിജയൻ ആ സോഫയിൽ ഇരുത്തുകയാണ്. അപ്പോൾ വിജയനാണെങ്കിലോ തീരെ ബോധവുമില്ല, വീട്ടിലെത്തി എന്ന് പോലും വിജയൻ അറിയുന്നില്ല. എന്നിട്ട് സൂര്യ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വിജയനോട് അവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഇന്ദ്രജയും വേദയും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെയോ സൂര്യ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തോടു കൂടി നമ്മളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്താനുള്ള പരിപാടിയാണ് സൂര്യ. ഇനി എന്തൊക്കെയാണ് അവ തീരുമാനിക്കാൻ, നന്ദിനിക്കെതിരെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മളാണെന്നുള്ളത് സൂര്യ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ സമ്മാനം എന്ന് പറഞ്ഞ് വേദയ്ക്കും ഇന്ദ്രജയ്ക്കും കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് എല്ലാവരും അങ്ങ് അതിശയിച്ചു പോവുകയാണ്. എന്നിട്ട് മിക്സിയും കവണയും ബൗളും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് അവർ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് സൂര്യ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് വിജയനുടെ മുന്നിൽ വെച്ച് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ വിജയന് മിക്സിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിജയൻ പെട്ടെന്ന് ആ മിക്സി കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കുകയാണ്. വിജയൻ്റെ കൈവിരലൊക്കെ മിക്സിയിലിട്ട് മുറിഞ്ഞത് കൊണ്ട് വിജയന് മിക്സി കാണുന്നതേ പേടിയാവാണ്. ഓ സൂര്യ പറയണ, അളിയൻ ഇങ്ങനെ പേടിക്കല്ലേ, ഈ മിക്സി കാണുമ്പോൾ എന്തിനാണ് അളിയൻ ഇങ്ങനെ പേടിക്കുന്നത്? അത് പിന്നെ സൂര്യ, എൻ്റെ കൈവിരൽ തന്നെ മുറിഞ്ഞത് ഈ മിക്സി കാരണമല്ലേ? അത് നന്ദിനിക്ക് എൻ്റെ ഭാര്യ ഇന്ദ്രജ ഒരുക്കിയ കെണിയായിരുന്നു, പക്ഷേ അതിൽ അകപ്പെട്ടത് ഞാനല്ലേ? ഇപ്പോൾ എനിക്ക് ഈ മിക്സി കാണുന്നതേ പേടിയാണ് എന്ന് പറഞ്ഞ് ആ സത്യം അങ്ങ് തുറന്നു പറഞ്ഞതോടെ ഇന്ദ്രജ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇയാളിപ്പോൾ എല്ലാം വിളിച്ചു പറയുമല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ വിജയൻ ഇതൊക്കെ സംസാരിക്കുന്നത് കള്ളു കുടിച്ചിട്ട് കുഴഞ്ഞും കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സൂര്യ പറയണ, അളിയൻ ഇങ്ങനെ പേടിക്കല്ലേ, ഈ അളിയൻ ഉണ്ടല്ലോ, സൂര്യ ഉണ്ടല്ലോ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് കവണ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കവണ കണ്ടതോടു കൂടി പറയാണ്, അല്ല ഇത് വെച്ചിട്ട് എന്തായിരുന്നു ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അതും വിജയൻ അങ്ങ് പറയണം, ഈ കവണ വെച്ച് എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ വിജയൻ പറയാണ്, ഈ കവണ വെച്ച് നന്ദിനിയുടെ കൈയൊടിക്കുക എന്നതായിരുന്നു. പക്ഷേ ഇന്ദ്രജ നന്ദിനിക്ക് വെച്ച കെണിയിൽ ഞാനാണ് വീണത്, എൻ്റെ കണ്ണാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണേ, ഈ കവണ ഉപയോഗിച്ച് എൻ്റെ ചേച്ചി നന്ദിനിക്കെതിരെ ഒരു കല്ലങ്ങ് തൊടുത്തു വിട്ടു, പക്ഷേ അത് അളിയന് തന്നെയാണ് തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് വിജയൻ്റെ മുന്നിലേക്ക് ആ ബൗള് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിജയൻ പറയാണ്, ഈ ബൗള് എൻ്റെ ഭാര്യ ഇന്ദ്രജയാണ് നന്ദിനിയുടെ കൈ പൊള്ളിക്കാൻ വേണ്ടി നന്ദിനിക്ക് വെച്ച കെണിയാണ് ഇത്. ഇന്ദ്രജ ചായ വേണമെന്ന് നന്ദിനിയോട് ആവശ്യപ്പെട്ട് അതിൻ്റെ മുന്നേ ഇന്ദ്രജ ആ ബൗള് കൊണ്ടുപോയി ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതാണ്, അതുകൊണ്ടല്ലേ നന്ദിനിയുടെ കൈ പൊള്ളിയത്. അതുകൊണ്ട് ഇനി മുതൽ നന്ദിനിക്ക് ആൻറ്റിയോടൊപ്പം ഇരുന്ന് ഒപ്പിടാൻ കഴിയില്ലല്ലോ, അതിനൊക്കെ വേണ്ടിയാണ് ഇന്ദ്രജ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് സൂര്യയുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാ സത്യവും അങ്ങ് വിജയൻ വിളിച്ച് പറയാണ്. അപ്പോൾ വിജയൻ ഇതൊന്നും ബോധമില്ലാതെ ഒപ്പം ഇതൊക്കെ കേട്ടും കൊണ്ട് ഇന്ദ്രജയും വേദയും പത്മയും യതീന്ദ്രനും നന്ദിനിയും രാജുവേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പോലും വിജയൻ അറിയുന്നില്ല. സൂര്യയോട് മാത്രമാണ് തനിച്ച് സംസാരിക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഇതൊക്കെ കൂടി വിളിച്ച് പറയുന്നത്. എന്നിട്ട് ബോധമില്ലാതെ വിജയൻ സോഫയിലേക്ക് തന്നെ അങ്ങ് വീണ് പോവാണ് കേട്ടോ, ബോധം കെട്ട് വീണ് പോവാണ്. എന്നിട്ട് ബോധമില്ലാതെ അവിടെ അങ്ങ് ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഇന്ദ്രജയും വേദയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ സൂര്യ പറയണ, എവിടേക്കാണാവോ ധൃതി പിടിച്ച് പോകുന്നത്? ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജയും വേദയും അങ്ങ് പതറുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രജ പറയാണ്, ഇതൊക്കെ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്, അമ്മയുടെ മുന്നിൽ വെച്ച് ഇനി ഒരിക്കലും നന്ദിനി ഒപ്പിടരുത് എന്ന് കരുതിയിട്ടാണ്
ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മ കൂടി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാണ്. പത്മ മേഡം എന്നെ തോൽപ്പിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരോടൊപ്പം ചേർന്നല്ലോ എന്നുള്ള സങ്കടം നന്ദിനിയുടെ മനസ്സിൽ വരികയാണ് ട്ടോ. അങ്ങനെ സൂര്യ തന്നെ നന്ദിനിയോട് ചെയ്ത ദ്രോഹത്തിന്റെ ആ സത്യം എല്ലാവർക്കും മുന്നിൽ വെച്ച് അങ്ങ് തെളിയിക്കുകയാണ്. അതോടുകൂടി സൂര്യ, അച്ഛാ കണ്ടില്ലേ, ഇതൊക്കെയാണ് നന്ദിനിയോട് ഇവർ ചെയ്ത ദ്രോഹങ്ങൾ എന്ന് പറയണേ. ഇതൊക്കെ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണാവോ എൻ്റെ നന്ദിനി ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ പത്മ പിന്നെ നിയന്ത്രണം വിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യ ഇവിടെ നിൽക്കണ്ട. നിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ദ്രോഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവളോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, നന്ദിനി ഇവിടെ തന്നെ നിൽക്കും. നന്ദിനി എവിടേക്കും പോവില്ല. നന്ദിനി എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എവിടേക്കും പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ളത് ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് പത്മ ഒരു കൂസലും കൂടാതെ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ സൂര്യ പറയാണ്, ഇനി മേലിൽ എൻ്റെ നന്ദിനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അവരുടെ ശവമായിരിക്കും ഇവിടെ വീണ് കിടക്കുന്നത് കാണേണ്ടി വരിക. ഇത് സൂര്യയാണ് പറയുന്നത്. ഇത് അവസാന വാണിംഗ് ആണ്. എല്ലാവരും ഓർത്തു വെച്ചോ. എല്ലാവരുടെയും മനസ്സിൽ ഇത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് നല്ല ഭീഷണി സ്വരത്തിൽ തന്നെയാണ് എല്ലാവർക്കും മുന്നിൽ സൂര്യ ഇത് പറയുന്നത്. അത് കേട്ടതോടുകൂടി ഇന്ദ്രജയും വേദയൊക്കെ പേടിച്ചിട്ടാണ് പെട്ടെന്ന് പത്മയോടൊപ്പം പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ പത്മയും വേദയും ഇന്ദ്രജയും നാണം കെട്ട് തലയും താഴ്ത്തിയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നന്ദിനി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് നന്ദിനി കയ്യിലെ മുറിവ് ഓർമ്മയില്ലാതെ പായ വിരിക്കാൻ വേണ്ടി നിലത്തേക്ക് പായ വിരിക്കാൻ വേണ്ടി അത് എടുക്കുകയാണ്. പെട്ടെന്നാണ് നന്ദിനിയുടെ കൈ പൊള്ളി ആ വേദന പായയുടെ ആ തുമ്പ് തട്ടിയതോടുകൂടി നന്ദിനി പെട്ടെന്ന് അലറുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് വേദനിച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ സൂര്യ പെട്ടെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി, നീ ഇങ്ങനെ ധൃതി വെക്കില്ലേ, ഞാൻ ചെയ്തു തന്നോളാം നിനക്ക് എന്ന് പറഞ്ഞ് സൂര്യ പെട്ടെന്ന് തന്നെ സൂര്യയുടെ കയ്യിലെ കെട്ടഴിക്കുകയാണ്. അപ്പം നന്ദിനി പറയാണ്, എന്താ സൂര്യ സാർ ഈ കാണിക്കുന്നത്? കയ്യിൽ കെട്ടഴിക്കില്ലേ? കയ്യിൽ ഇനിയും എന്തെങ്കിലും വെള്ളം തട്ടുകയോ വല്ല മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ഇൻഫെക്ഷനായി മാറും. സാർ അത് അയക്കരുത് എന്ന് പറയുമ്പോൾ സൂര്യ അത് കേൾക്കാതെ ആ കെട്ട് മുഴുവൻ അയക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിക്ക് മുന്നിൽ കൈ കാണിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല നന്ദിനി. ഇത് കുറേ ദിവസമായി ഇത് മാറിയിട്ട്. പക്ഷേ നിന്നോട് ഞാൻ പറയാതിരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയാണ്, അത് എനിക്ക് തോന്നിയെന്ന്, എനിക്ക് നല്ല സംശയം വന്നിരുന്നു. സാറിൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സാർ എന്നോട് അക്കാര്യം പറയാതിരുന്നത്? സാറ് പിന്നെ എന്തിനാ കൈ വീണ്ടും കെട്ടിവെച്ചത് എന്ന് ചോദിച്ചപ്പോൾ സൂര്യ പറയാണ്, അത് പിന്നെ നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നെ വിശ്വസിപ്പിക്കാനോ? അതെന്തിനാണ്? അത് പിന്നെ നീ പിന്നെ ഓഫീസിലേക്ക് വരില്ലല്ലോ, ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, ഓഫീസിൽ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞാൽ നീ അതൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് കേട്ടപ്പോൾ നന്ദിനി പറയണ, ഇത് കുറച്ച് കടന്നു കൈയായി പോയല്ലോ സാർ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് പിന്നെ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നീ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള നുണ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് സൂര്യ നന്ദിനിയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ എന്തിനാണ് സാർ, നീ ആദ്യം അവിടെ ഇരിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ മരുന്ന് എടുത്തുകൊണ്ട് വരികയാണ്. നന്ദിനിയോട് കൈ നീട്ടാൻ വേണ്ടി പറയാണ്. അത് വേണ്ട സാർ, ഞാൻ തന്നെ പുരട്ടിക്കോളാം. എന്തിന്? ഞാൻ പുരട്ടിത്തരാം, ഒരു കുഴപ്പവുമില്ല, നീ ആദ്യം കൈ നീട്ട് എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയുടെ കയ്യിൽ ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നന്ദിനി, നിന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ നീ അതും വരില്ല. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ പെട്ടെന്ന് മാറാനുള്ള പൊള്ളിയത് മാറാനുള്ള ഓയിൽമെൻറ്റോ മറ്റോ തന്നിരുന്നില്ലേ, നീ അതിനും സമ്മതിക്കില്ല. എന്തായാലും ഞാൻ തന്നെ നിനക്ക് മരുന്നിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന മരുന്ന് നന്ദിനിയുടെ കയ്യിൽ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി സൂര്യയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് സൂര്യ പറയണ, നന്ദിനി, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇനി നിന്റെ കയ്യിലെ മുറിവ് മാറുന്നത് വരെ നീ ഒരു പണിയും ഇവിടത്തെ ചെയ്യരുത്, ഒരു ജോലിയും ചെയ്യരുത്. നീ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ മുറിവ് മാറിക്കിട്ടാൻ ഒരുപാട് സമയമെടുക്കും, പിന്നെ ഇൻഫെക്ഷനും ആയി മാറും. നീ എന്നോട് പറയാറില്ലേ, അതുപോലെ തിരിച്ചു ഞാൻ നിന്നോട് പറയുകയാണ്. അഥവാ നീ ഞാൻ പറയുന്നത് കേൾക്കാതെ നീ എന്തെങ്കിലും ജോലി ചെയ്തത് ഞാൻ കണ്ടോണ്ട് വന്നാലുണ്ടല്ലോ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ആ മനസ്സിലായി സാർ,
അല്ല നന്ദിനി, ഈ വീട്ടിലുള്ളവർ ഇത്രയും പേർ ചേർന്ന് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് അവരോടൊരു ദേഷ്യവുമില്ല? ആ ദേഷ്യമൊക്കെ ഉണ്ട്. എന്നിട്ടാണോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നിനക്ക് അവരോട് ദേഷ്യം പ്രകടിപ്പിച്ചൂടെ? എന്തിന് സാർ? എനിക്കതിൻ്റെ ഒരു ആവശ്യവുമില്ല. എന്താ നന്ദിനി നീ അങ്ങനെ പറയുന്നത്? ഞാൻ ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്നോട് ഈ ചെയ്ത ദ്രോഹത്തിനൊക്കെ ഞാൻ അവരോട് തിരിച്ച് ദ്രോഹം ചെയ്യുന്നത് എന്തിനാണ്? അവർ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ഈ വീട്ടിലുള്ളവർ എല്ലാവരും ഒരു കാലത്ത് എന്തുമാത്രം സഹായങ്ങൾ ചെയ്തതാണ്. അതൊക്കെ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അത് കേട്ടപ്പോൾ സൂര്യ പറയണേ, ഇവളൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനി ചോദിക്കാണ്, എന്താണ് സാർ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഏയ് അതൊന്നുമില്ല നന്ദിനി. അപ്പോഴൊക്കെ നന്ദിനിയുടെ കയ്യിൽ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് സൂര്യ. അപ്പോൾ നന്ദിനി ചോദിക്കാണ്, അല്ല സാർ, സാറിൻ്റെ കയ്യിൽ മുറിവെല്ലാം ഭേദമായില്ലേ? ഇനി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പൊയ്ക്കോട്ടെ, എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യയുടെ മുഖം പെട്ടെന്നങ്ങ് വാടിപ്പോവാണ്. എന്നിട്ട് സൂര്യ പറയണേ, എന്തിന്? എൻ്റെ കൈയൊക്കെ ശരിയായി. അത് ശരി തന്നെയാണ് നീ പറഞ്ഞത്. ഇതാ കണ്ടില്ലേ, എനിക്കിപ്പോൾ കൈക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിൻ്റെ കയ്യിൽ ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ സമയം പത്മയും ഇന്ദ്രജയും വേദയും കൂടി വിജയനിട്ട് നന്നായിട്ട് ദേഷ്യം പിടിക്കുകയും ഇന്ദ്രജ വിജയൻ്റെ തലക്കിട്ട് കിഴുക്കുകയൊക്കെ ചെയ്യാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ? ആ സൂര്യ വിളിച്ച സമയത്ത് നിങ്ങൾ എന്തിനാണ് കള്ളു കുടിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ എല്ലാ സത്യവും സൂര്യ അറിഞ്ഞത്. ഇനിയിപ്പോൾ അവൻ എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്? വേദ പറയുന്നത് ശരിയാണ് ഏട്ടൻ, ഇനി ഇതെല്ലാം സത്യവും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്കിട്ട് എന്ത് പണിയാണാവോ തരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയാണ്, നീ പേടിക്കേണ്ട, ഞാനല്ലേ നിങ്ങളോടൊപ്പം ഉള്ളത്. അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അതൊക്കെ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഈ വിജയൻ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ? സൂര്യ വിളിച്ച സമയത്ത് അവനോടൊപ്പം എന്തിനാണ് കള്ളു കുടിക്കാൻ വേണ്ടി പോയത്? അവൻ അങ്ങനെ കള്ള് വേണമെന്നുണ്ടെങ്കിൽ റൂമിലിരുന്ന് തനിച്ച് കുടിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ പറയാണ്. ഇനി മേലിൽ ചേച്ചി അളിയനെ ഇങ്ങനെ സൂര്യേട്ടനോടൊപ്പം പറഞ്ഞു വിടരുത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആവുന്നതും നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും വിജയേട്ടൻ വിളിച്ചു പറയുന്നതും. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രാജു വരുന്നത്. എന്നിട്ട് പറയണ, മേഡം ഭക്ഷണമായിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞപ്പോൾ വേദ ചോദിക്കുകയാണ്, അല്ല ഏട്ടൻ കഴിച്ചോ? ഇല്ല കഴിച്ചിട്ടില്ല. എങ്കിൽ ആദ്യം ഏട്ടനോടും ആ നന്ദിനിയോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞ് രാജുവിനെ പറഞ്ഞു വിടുക കേട്ടോ. അപ്പോൾ നീ എന്തിനാണ് വേദേ അങ്ങനെ പറഞ്ഞത്? എന്താ അവൻ കഴിച്ചതിൻ്റെ ശേഷമാണോ നമ്മൾ കഴിക്കേണ്ടത്? ഇനി എത്ര കാലം അങ്ങനെ ചെയ്യേണ്ടി വരും? അല്ല ചേച്ചി, ഞാൻ പറയുന്നതൊന്ന് ആദ്യം കേൾക്ക്. വെറുതെ എന്തിനാണ് കൺമുന്നിൽ പോയി ചാടി കൊടുക്കുന്നത്? നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയും അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയും ഏട്ടൻ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യും. അത് എന്തിനാണ് നമ്മൾ കാണാൻ നിൽക്കുന്നത്? തൽക്കാലം ഇപ്പോൾ ഏട്ടനൊക്കെ ഭക്ഷണം കഴിച്ച് പോട്ടെ, എന്നിട്ട് മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലലേ എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയാണ്, നീ എന്തിനാണ് ഇങ്ങനെ അവനെ പേടിക്കുന്നത്? അല്ല അമ്മേ, അമ്മ തന്നെയല്ലേ പറയാറ് എടുത്ത് ചാടണ്ട, ആദ്യം ബുദ്ധിപരമായി കാര്യം ചെയ്യണം എന്നുള്ളത്. അതാണിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏട്ടൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത് അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പത്മയ്ക്ക് വേദ പറയുന്നതിലും കാര്യമുണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം രാജു നന്ദിനിയുടെയും സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദിനിയുടെ കയ്യിൽ ഇങ്ങനെ ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ രാജു ഏട്ടാ എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നില്ലേ നിങ്ങൾ? അപ്പോൾ സൂര്യ പറയണേ, ഇല്ല എനിക്ക് വേണ്ട, എനിക്കെന്താ വിശക്കുന്നില്ല. അപ്പോൾ നന്ദിനി പറയണേ, എന്താണ് സൂര്യ സാർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് ശരീരത്തിനാണ് ദോഷമുണ്ടാവുക, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അല്ല നന്ദിനി നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല എനിക്കെന്തോ വിശക്കുന്നില്ല. ആണോ? എങ്കിൽ എനിക്കും വിശക്കുന്നില്ല. അത് പറ്റില്ല, സൂര്യ സാർ കഴിക്കണം. എങ്കിൽ നീയും ഭക്ഷണം കഴിക്കണം. നീയും വാ താഴേക്ക്, രാജുവേട്ടൻ പോയി ഭക്ഷണം എടുത്തു വെക്കുക എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയെയും കൂട്ടി സൂര്യ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇനി എല്ലാവരെയും സൂര്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാജുവിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ എല്ലാവരെയും മുന്നിൽ വെച്ച് സൂര്യ നന്ദിനിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.